ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മായൂട്ടീസ് ആൻഡ് കുഞ്ഞീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജ് ഇൻസ്റ്റൻറ്റ് ബർഗറാണ്. അപ്പോൾ യമ്മി ആയിട്ടുള്ള ഈ ബർഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തിയാൽ ഞങ്ങളിടുന്ന അപ്ലോഡ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് മതിയാവും. ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയാണ്. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് വെള്ളത്തിയിട്ട് കഴുകണം. എന്നിട്ട് വേണം നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യണത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളിയും പെപ്പറും കൂടി ക്രഷ് ചെയ്തിട്ടത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബർഗറിനായിട്ടുള്ള പൊട്ടറ്റോ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ ഫില്ലിങ് കൊണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ കട്ട്ലറ്റിൻ്റെ രൂപം പോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ബണ്ണ് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മുകളിലത്തെ ഭാഗം കുറച്ച് തിന്നായിരിക്കണം, എന്നാലാണ് നമുക്ക് നന്നായിട്ടിരിക്കണത്. അത് രണ്ടും ഒരേപോലെ ആയിരിക്കരുത്. ഈ ഭാഗം അടിയിലത്തെ ഭാഗം കുറച്ച് വണ്ണമുള്ള പോലെയും ഇത് കുറച്ച് മെലിഞ്ഞ പോലെയും ആക്കിയെടുക്കണം. നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെജ് ബർഗർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുക്കുംബർ, തക്കാളി, പിന്നെ ഓണിയൻ. ഇതെല്ലാം നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ബാറ്റ്. അപ്പോൾ ഇതുണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഷേപ്പിലൊന്ന് ആക്കി വെച്ചാൽ മതിയാവും. പിന്നെ വേണ്ടത് മയണൈസ് സോസാണ്. അപ്പം ഈ മയണൈസ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പം ഈ മയണൈസ് സോസ് എഗ്ലെസ് മയണൈസാണ്. നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണാണ് നമ്മൾ ബർഗർ ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. സാധാരണ ബണ്ണാണ്. ബർഗർ ഉണ്ടാക്കാനുള്ള ബർഗർ ബണ്ണൊക്കെ കിട്ടും, പക്ഷെ ഞാനിവിടെ സാധാരണ ബണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്ന്. ആദ്യമായി ബണ്ണിലേക്ക് മയോണൈസ് പുരട്ടി കൊടുക്കാം. ബണ്ണിൻ്റെ ഒരു വശത്ത് മയോണൈസ് പുരട്ടിയതിന് ശേഷം കുക്കുംബർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓണിയൻ സ്ലൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കട്ട്ലറ്റ് ബാറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ബണ്ണിൻ്റെ മറ്റേ ഭാഗത്തേക്ക്, ഇപ്പോൾ ഇതൊരു കനം കുറഞ്ഞ ഭാഗമാണ്, മുകളിലത്തെ ഭാഗത്തിലേക്ക് നന്നായിട്ട് മയോണൈസ് പുരട്ടി കൊടുക്കാം. അപ്പം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന
ഈ ഭാഗത്തിലേക്ക് അടുത്ത ഭാഗം കൂടി വെച്ച് കൊടുത്താലാണ് നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കടയിൽ നിന്ന് വാങ്ങിയ അതേപോലത്തെ തന്നെ ബർഗറാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റ് ബണ്ണ് കൂടി നമുക്ക് ബർഗറാക്കി എടുക്കാം. അടിപൊളിയായ വെജ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുതേ. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളിടുന്ന അപ്ലോഡ്സ് നിങ്ങൾക്ക് വേഗം ലഭ്യമാകണമെങ്കിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ ഈ വെജ് ബർഗർ കുട്ടികൾക്കൊക്കെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബർഗറാണ്. ഇത് പൂർണ്ണമായിട്ടും വെജ് ബർഗറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നന്ദി, നമസ്കാരം.